പ്രവീണ അനുവിന്റെ റൂമിലേക്ക് വരവേ വീണ്ടും അവളുടെ മൊബൈലിലേക്ക് ജിഷിന്റെ കോൾ വന്നു. ഇതിപ്പോൾ 4ാം തവണയാണ് ജിഷിൻ അവൾക്ക് കോൾ ചെയ്യുന്നത്. പ്രവീണ അവിടെ നിന്നുകൊണ്ട് താനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കാമെന്ന് അവന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. അടുത്ത നിമിഷം അവളുടെ വാട്സാപ്പിലേക്ക് മോളെ ഒരു 3000 പ്ലീസ് എന്ന് മറുപടി എത്തി. പ്രവീണയ്ക്ക് അറിയാമായിരുന്നു ജിഷിൻ വിളിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്ന്. ഇടയ്ക്കിടെ അവളുടെ കയ്യിൽ നിന്ന് 2000-ഉം 5000-ഉം ഒക്കെ കടം കൊള്ളാറുണ്ടെങ്കിലും അതൊക്കെ അവൻ ജോലി ചെയ്ത കാശ് കിട്ടുമ്പോൾ കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പ്രവീണ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു. എന്താണ് ഇപ്പോൾ കാശിന് ഇത്ര അത്യാവശ്യം എന്നൊക്കെ അവനോട് തിരക്കണമെന്നുണ്ടായിരുന്നെങ്കിലും താൻ പറഞ്ഞ കള്ളം അവൻ തിരിച്ചറിഞ്ഞാലോ എന്നോർത്ത് അവൾ അത് വേണ്ടെന്ന് വെച്ചു. പ്രവീണ ചെന്ന് അടഞ്ഞുകിടന്ന അനുറാണിയുടെ റൂമിൽ വാതിലിൽ തട്ടി വിളിച്ചു. അനു വന്ന് വാതിൽ തുറന്ന ശേഷം മുമ്പിൽ ചേച്ചി നിൽക്കുന്നത് കണ്ട് അവളെ ചോദ്യഭാവത്തിൽ നോക്കി. അവളവിടെ നവമി പ്രവീണ തിരക്കി. ഇവിടെ ഉണ്ട്, എന്താ ചേച്ചി കാര്യം? അച്ഛൻ നവമി ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞോ? അനുറാണി ഉദ്യോഗത്തോട് ചോദിച്ചു. അച്ഛനല്ല, അമ്മയ്ക്ക് അവളെ കാണേണ്ടത്. അവളോട് ഇറങ്ങി താഴേക്ക് വരാൻ പറയും. അവിടെ അങ്കിളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഇവളുടെ കാര്യത്തിൽ എന്തോ തീരുമാനമെടുക്കാനുണ്ടെന്ന്. എന്ത് തീരുമാനം എടുക്കാൻ? നവമി ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ളയാൾ അച്ഛനല്ലേ? അല്ലാതെ അതിന് അങ്കിളിനൊക്കെ എന്ത് അധികാരമാണുള്ളത്? അതൊക്കെ നീ അവളെയും കൂട്ടി താഴേക്ക് വന്ന് അങ്കിളിനോട് നേരിട്ട് ചോദിക്കും. അവരൊക്കെ താഴെ വന്നിരിപ്പുണ്ട്. പ്രവീണ കൂടുതൽ ഒന്നും പറയാൻ നിൽക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് താഴേക്ക് പോന്നു. അനുറാണി തിരികെ നവമിയുടെ അടുത്തേക്ക് ചെന്ന് അമ്മ മുൻപേ എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരക്കി. തനിക്കൊന്നും അറിയില്ലെന്ന് നവമി കൈമലർത്തി കാട്ടി. അമ്മ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അമ്മ വന്നാലുടൻ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമെന്ന്? അതിനായിരിക്കും, നവമി വ്യസനത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അതിനുള്ള അധികാരമൊന്നും തനിക്കില്ലെന്ന് അമ്മയ്ക്ക് ശരിക്കറിയാം. അതൊന്നും ആയിരിക്കില്ല കാര്യം. ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് നവമി ചേച്ചി പോയി നിൽക്കാൻ പറയാനായിരിക്കും. അങ്ങനെയാണ് അമ്മ പറയുന്നതെങ്കിൽ ഞാൻ വരാം ചേച്ചിയുടെ കൂടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കാം. എന്താ? അനുറാണി സ്റ്റെയർ കേസ് ഇറങ്ങുന്നതിനിടെ താഴേക്ക് നോക്കി. കോർണർ സോഫയിൽ അങ്കിളും മല്ലികാന്റിയും ഇരിപ്പുണ്ട്. അവർക്ക് മുമ്പിൽ ചുവരിലേക്ക് ചാരി മാറിൽ കൈകൾ പിണച്ച് കെട്ടി സാരിത്തുമ്പ് മുന്നോട്ടെടുത്ത് കൈത്തണ്ടയിലൂടെ ഇട്ട് ഗൗരവത്തിൽ നിൽക്കുകയാണ് അമ്മ. എന്തോ കാഴ്ച കാണാനെന്ന മട്ടിൽ അടുത്തൊരു സോഫയിൽ പ്രവീണ ചേച്ചിയും ഇരിക്കുന്നു. സുമംഗല മുഖത്തുറപ്പിച്ചിരിക്കുന്ന കണ്ണടയിലൂടെ അനുറാണിക്ക് പിന്നിലായി നവമി ഇറങ്ങി വരുന്നത് പകയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവൾ ഇവിടെ ഉണ്ടായിരുന്നോ സുമേ? എന്നിട്ടാണോ ഞങ്ങൾ വന്ന് ഇത്ര നേരമായിട്ടും ഇറങ്ങി താഴേക്ക് വരായിരുന്നത്? മോഹൻ തമ്പി അനുവിനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലങ്ങളെ, അങ്കിളും ആന്റിയും വന്നത്. ഒത്തിരി നേരമായോ നിങ്ങൾ വന്നിട്ട്? ഒരു 5 മിനിറ്റ് അത്രയായുള്ളൂ അല്ലേ മല്ലികയെ? മോഹൻ തമ്പി ഭാര്യയെ നോക്കി. മല്ലിക അതിന് മറുപടി പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അനു, നീ മുകളിലേക്ക് വയ്ക്കോ, ഞങ്ങൾക്ക് ഇവളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സുമംഗല മകളോടായി പറഞ്ഞു. അതെന്താ അമ്മേ, ഞാനിവിടെ നിന്നാല് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണോ? അനുറാണി ഓരോരുത്തരെയും മാറി നോക്കി. നീ കേൾക്കേണ്ട കാര്യം തന്നെയാ. തൽക്കാലം നീ അതിപ്പോ കേൾക്കണ്ട. നിന്നെ അറിയിക്കേണ്ട സമയത്ത് ഞാൻ തന്നെ അറിയിച്ചോളാം, പോരെ? അമ്മ നേരത്തെ നവമി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ പ്രവീണ ചേച്ചിയെ മുകളിലേക്ക് വിട്ടപ്പോ ഞാൻ ഇറങ്ങി വരണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങളെന്തോ മഹാരഹസ്യം പറയാൻ പോവുകയാണെന്ന് ഓർത്തിട്ട് എനിക്കും കൂടി കേൾക്കാൻ ഒരു കൊതി. ഞാനിവിടെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിന്നോളാം അമ്മേ, നിങ്ങൾ സംസാരിച്ചോ. അനുറാണി ഒരു മൂലയിലേക്ക് മാറി നിന്നു. നിന്നോട് ഇവിടെ നിൽക്കരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്? പോകാൻ പറഞ്ഞാൽ പൊയ്ക്കോണം. സുമംഗല സ്റ്റെയറിന് നേർക്ക് കൈ ചൂണ്ടി. അപ്പോ പ്രവീണ ചേച്ചി ഇവിടെ ഇരിക്കുന്നതോ? അതമ്മ കണ്ടില്ലേ? അവൾ ഇവിടെ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ഇരിക്കുകയല്ല അവൾ. ആണോ അമ്മേ? എന്നാൽ ഞാനും ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാനേ വരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതിരിക്കാൻ ഞാൻ ചെവി പൊത്തിപ്പിടിച്ചോളാം, പോരെ? പറഞ്ഞതിനൊപ്പം തന്നെ അനുറാണി പ്രവീണ ഇരുന്ന സോഫയിലേക്ക് ഇരുന്നിട്ട് ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു. ഇനി അനുവിനോട് വായിട്ടലച്ചിട്ട് കാര്യമില്ലെന്ന് സുമംഗലയ്ക്ക് മനസ്സിലായി. നവമി, ഇങ്ങോട്ട് നോക്ക്, മോഹൻ തമ്പി പറഞ്ഞു. നിനക്ക് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരിക. നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി നീ താമസിക്കാൻ പോകുന്നത് എന്റെ വീട്ടിലാണ്. അയാൾ പറഞ്ഞു നിർത്തി. നവമിയുടെ നോട്ടം ആദ്യം പോയത് സുമംഗലയുടെ മുഖത്തേക്കാണ്. അവർ താൻ പറയാനുള്ളതാണ് സഹോദരൻ പറയുന്നത് എന്ന മട്ടിൽ നിൽക്കുകയാണ്. അവിശ്വസനീയമായതെന്തോ കേട്ട മട്ടിൽ അനുറാണി കാതുകൾ പൊത്തിയിരുന്ന കൈകളെ മെല്ലെ മാറ്റി. അവളുടെ കണ്ണുകളിലും ഒരു നടുക്കമുണ്ടായി. അനുറാണി ആദ്യം അമ്മയെ നോക്കി. പിന്നെ അവളുടെ നോട്ടം മോഹനൻ തമ്പിയുടെ മുഖത്തേക്കായി. അവസാനം അവളുടെ കണ്ണുകൾ ചേർന്നു നിന്നത് നവമിയുടെ മുഖത്താണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്നൊരു നിസ്സംഗഭാവമാണ് അവൾക്ക് നവമിയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞത്.
നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നവമിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതായതോടെ മോഹനൻ തമ്പി ചോദിച്ചു. ഇതെവിടത്തെ ന്യായമാങ്കളെ? അച്ഛൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന അച്ഛന്റെ മകളെ അച്ഛനറിയാതെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അങ്കിളിന് എന്ത് അവകാശമാണുള്ളത്? അല്ലെങ്കിൽ തന്നെ അച്ഛൻ നവമി ചേച്ചിക്ക് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുള്ളതല്ലേ? അതിനല്ലേ നവമി ചേച്ചി പോകേണ്ടത്? അല്ലാതെ അങ്കിളിന്റെ വീട്ടിൽ ജോലിക്കാരിയായാണോ വരേണ്ടത്? അനുറാണി വീറോടെ തിരക്കി. ആര് പറഞ്ഞു എന്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ടാ ഞാൻ ഇവളെ കൊണ്ടുപോകുന്നതെന്ന്? ഇനി ഒറ്റ ദിവസം പോലും നിന്റെ അമ്മ ഇവിടെ നിർത്താൻ തയ്യാറല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നിന്റെ അമ്മ ദാ നിൽക്കുന്നു. ചോദിച്ചു നോക്ക്. സുമംഗല അങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും നമ്മൾ? ഇവളെ പോലെ പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ കയ്യിൽ പിടിച്ച് തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇനി നീ എങ്ങോട്ടാണേ പോയിക്കോ, മേലെ ഈ വീട്ടിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ് ആട്ടി പായിക്കണോ? അതോ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും ഇവൾക്ക് കൂടി അഭയം കൊടുക്കണോ? ഇതിലേതാണ് മോളെ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ അതൊന്നുമല്ല അങ്ങളെ പറഞ്ഞത്. അച്ഛൻ തിരിച്ചു വരും വരെ നവമി ചേച്ചിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ നമുക്കൊരു സാവകാശം കൊടുത്തുകൂടെ? അച്ഛൻ വന്ന ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. വിജയൻ ഇന്നോ നാളെയോ വരുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ വിജയനെ കണ്ട ശേഷം ഒരു കുഴപ്പവുമില്ല, ഏറിപ്പോയാൽ 2 ആഴ്ച എന്ന് പറഞ്ഞ ഡോക്ടർമാരൊക്കെ 2 ദിവസം കൊണ്ട് തന്നെ വാക്ക് മാറ്റി തുടങ്ങി. ഇപ്പോൾ ഡോക്ടറോട് വിജയന്റെ രോഗാവസ്ഥ അന്വേഷിച്ചാൽ അവർ തരുന്ന മറുപടി നമുക്ക് കാത്തിരിക്കാം, ഒരു നിശ്ചിത സമയമൊന്നും പറയാൻ കഴിയില്ലെന്നാണ്. അതിൽ നിന്ന് എന്താ മോളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിജയന്റെ തുടർ ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ടായി തുടങ്ങുന്നുണ്ടെന്ന് നിന്റെ അമ്മ പറയുന്ന ഈ അവസരത്തിൽ ഇവളെ കൂടി ഈ വീട്ടിൽ നിർത്തി ചുമതലകൾ മുഴുവൻ ഏറ്റെടുത്തുകൊള്ളണമെന്ന് നമുക്ക് ആർക്കെങ്കിലും സുമംഗലയോട് പറയാൻ പറ്റുമോ? അയ്യോ, അനുറാണിയിൽ നിന്ന് ഒരു നിലവിളി ഉണ്ടായി. എന്താ അങ്ങളെ ഈ പറയുന്നത്? അച്ഛന്റെ അവസ്ഥ ഇത്രയ്ക്കും ഗുരുതരമാണെന്നോ? എന്നിട്ട് ഇതൊന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അനുറാണി താൻ കരഞ്ഞു പോകാതിരിക്കാൻ കൈ ഉയർത്തി വായ പൊതിഞ്ഞു പിടിച്ചു. നിനക്ക് അച്ഛന്റെ കാര്യം അറിയാനല്ലോ ആഗ്രഹം, ഇവളെ കാത്തു സംരക്ഷിക്കാനല്ലേ? അല്ലായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും നീ സന്ധ്യപേട്ടനെ വിളിച്ച് അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് തിരക്കില്ലായിരുന്നോടി? അതുവരെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന പ്രവീണ ഫോൺ മാറ്റിപ്പിടിച്ച ശേഷം അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. പ്രവീണേ, വേണ്ട മോളെ, നീ അവളോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. മോഹനൻ തമ്പി പെട്ടെന്ന് അവർക്കിടയിലേക്ക് കയറി. അവളോട് വിജയം പറഞ്ഞിട്ടുണ്ടാകും നവമിയെ നോക്കിക്കൊള്ളണമെന്ന്. അച്ഛൻ പറഞ്ഞത് എന്തായാലും അനുസരിക്കേണ്ടത് അവളുടെ കടമയല്ലേ, അതവൾ ചെയ്യുന്നുവെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ജോലിക്ക് ഇവൾ പോയാൽ അനുമോളും കൂടെ പോകുമോ അങ്കിളെ? അങ്കിളിന്റെ ന്യായം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പ്രവീണ അനുവിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ആര് ഈ വീട്ടിൽ നിന്ന് ഇവളുടെ കൂടെ പോയാലും ശരി, ഇനി ഇവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാൻ നിർത്തില്ല ഇവിടെ. വിജയേട്ടൻ എന്തെങ്കിലും എണീറ്റ് വരുമ്പോ ഞാൻ കൊടുത്തോളാം അദ്ദേഹത്തിനുള്ള മറുപടി. സുമംഗല അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന മട്ടിൽ ശാഠ്യത്തോടെ നിൽക്കുകയാണ്. നിനക്ക് സ്വയം എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ ഇപ്പോ പറഞ്ഞോണം. എനിക്കിവിടെ നിന്ന് നിന്റെ നാടകം കാണാൻ സമയമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ വിജയേട്ടന്റെ അടുത്തേക്ക് പോകണം. ഞാൻ അവിടെ ചെന്നിട്ട് വേണം സന്ദീപിന് കുളിക്കാനോ നനയ്ക്കാനോ വീട്ടിലേക്ക് വരാൻ. സുമംഗല തിടുക്കം കൂട്ടി. പിന്നൊരു കാര്യം കൂടി നീ ഓർത്തോണം. നിന്റെ അച്ഛനെന്ന് പറയുന്നയാൾ കണ്ടുപിടിച്ചു തന്ന ജോലിക്കായി നീ ഈ വീട്ടിന്റെ പടി ഇറങ്ങിയാൽ ഈ ജന്മത്ത് പിന്നെ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത്. നിന്റെ അച്ഛനെ കാണാനോ അച്ഛനെ ശുശ്രൂഷിക്കാനോ എന്ന പേരിൽ പോലും നീ ഇങ്ങോട്ട് വന്നാൽ ഈ വീടിന്റെ 7 അയലത്ത് നിന്നെ അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, പട്ടിയെ ആട്ടും പോലെ ആട്ടിവിടും ഞാൻ. ഓർത്തോ? സുമംഗലിയുടെ വാക്കുകളിൽ നവമിയോടുള്ള ഒടുങ്ങാത്ത പക ആളുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും മുമ്പ് വിജയേട്ടൻ നിന്നെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നീ ഇവിടെ തിരികെ ഏൽപ്പിച്ചോണം. വിജയേട്ടന്റെ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമുള്ളതിനാൽ വിജയേട്ടൻ നിനക്ക് വാങ്ങുന്ന സ്വർണമെല്ലാം നീ ഇവിടെ തിരികെ ഏൽപ്പിച്ചേക്കണം. അത് കഴുത്തിലും കയ്യിലും നോക്കി നീ അങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട. അമ്മേ, ആ സ്വർണം നവമി ചേച്ചി ആവശ്യപ്പെട്ടിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതല്ല. സ്വന്തം മകൾക്ക് അച്ഛൻ നൽകിയ ഉപഹാരമാണുള്ളത്. അത് തട്ടിപ്പറിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അനുറാണി നവമിയുടെ രക്ഷയ്ക്കെത്തി. നിനക്കില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ടടി. ഞാൻ ആ മനുഷ്യന്റെ ഭാര്യ. വിജയേട്ടന്റെ മുതലിന് എന്നേക്കാൾ അവകാശം ഒരു ജാരസന്തതിക്കുമില്ല. ഈർച്ചവാൾ കൊണ്ട് ഹൃദയം മറുത്തു മാറ്റുന്ന നൊമ്പരം തോന്നി നവമിക്ക്. ഇതിന് മറുത്തൊരു വാക്ക് പറയാൻ തന്റെ നാവ് ഉയരാത്തത് മുൻപിൽ നിൽക്കുന്നത് ആരെന്ന സത്യം തനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നവമി മെല്ലെ നടന്ന് പടവുകൾ കയറി തന്റെ റൂമിലേക്ക് ചെന്നു. അവിടെ തനിക്ക് കൊണ്ടുപോകാനായി തയ്യാറാക്കി വെച്ചിരുന്ന 2 ബാഗുകളിൽ ഒന്ന് എടുത്ത് അവൾ മൂടി തുറന്നു. തന്റെ ഡ്രസ്സുകൾക്കിടയിലായി വച്ചിരുന്ന വെൽവെറ്റ് ജ്യുവൽ ബോക്സ് അതേപടി കയ്യിലെടുത്തുകൊണ്ട് നവമി തിരിച്ചിറങ്ങി സുമംഗലിയുടെ മുമ്പിലേക്ക് വന്നു. അതിനുശേഷം ആ ജ്യുവൽ ബോക്സ് അവൾ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു. എല്ലാം ഇതിലുണ്ട്. 1 ഗ്രാം പൊന്നിന്റെ കുറവ് പോലും ഇതിൽ വന്നിട്ടില്ല. പകരം അമ്മ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. വല്ലപ്പോഴുമെങ്കിലും എനിക്ക് വന്നെന്റെ അച്ഛനെ കാണണം.
അതിന് മാത്രമുള്ള അനുവാദം അമ്മ എനിക്ക് തരണം. നവമി പറഞ്ഞത് കേട്ടതായി പോലും ഭാവിക്കാതെ സുമംഗല തനിക്ക് നേർക്ക് അവൾ നീട്ടിപ്പിടിച്ച ജുവൽ ബോക്സ് തട്ടിപ്പറിച്ചെന്ന മട്ടിൽ പിടിച്ചെടുത്തു. അവിടെ നിന്ന് തന്നെ അത് തുറന്നു നോക്കി തിട്ടം വരുത്തിയ ശേഷം സുമംഗല തിരക്കി, ഇതിൽ നിന്നൊന്നും മാറ്റിവെച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നവമി മിഴുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നിനക്ക് എവിടേക്കെന്ന് വെച്ചാൽ പോകാം, ആരും തടയില്ല നിന്നെ. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ അച്ഛൻ വാങ്ങി തന്ന ജോലിക്കോ അതല്ലെങ്കിൽ മോനേട്ടന്റെ വീട്ടിലേക്കോ എവിടേക്കെന്ന് വെച്ചാൽ പോവാം. ഞങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു തീരുമാനമാണ് നീ എടുക്കാൻ പോണതെങ്കിൽ ഈ വീടിന് മുന്നിൽ കൂടി പോലും നീ ഇനി സഞ്ചരിച്ചു പോകരുത്. പൊയ്ക്കോ എവിടേക്കെന്ന് വെച്ചാൽ. സുമംഗല അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും കൊടുക്കും മട്ടിൽ പറഞ്ഞു. നവമി നടന്ന് സുമംഗലയുടെ മുമ്പിലേക്ക് വന്നു. ഞാൻ അനുസരിക്കുന്നു, എന്റെ അമ്മയല്ലേ പറയുന്നത്, ഞാൻ അതേപോലെ അനുസരിക്കുന്നു. അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സുമംഗലയുടെ മുഖത്ത് ഒരു പരിഹാസ ചിരിയുണ്ടായി. അമ്മേ, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിച്ചു പോരുതെന്ന്. ആ വാക്കിന്റെ അർത്ഥവും മഹത്വവും അറിയാത്ത നിന്റെ നാവിൽ നിന്ന് ഒരു തവണ കൂടി ഞാനത് കേൾക്കാൻ ഇടയാവരുത്. എന്തർത്ഥത്തിലാണ് നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? എനിക്ക് നേരെ ആ പദം ഉപയോഗിക്കാൻ ഈ വീട്ടിൽ എനിക്ക് 3 മക്കളുണ്ട്. അവർ വിളിച്ചാൽ മതി എന്നെ അമ്മയെന്ന്. അല്ലാതെ വഴിയെ പോയവളും കെട്ടുത്സവം കണ്ടു നിന്നവളുമൊന്നും വെറുതെ പോലും എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. എനിക്കിഷ്ടമല്ല. നവമി ആ വാക്കുകൾ പാടെ അവഗണിച്ചുകൊണ്ട് തന്റെ ബാഗ് എടുത്തുകൊണ്ടുവരാനായി മുകൾ നിലയിലേക്ക് പോയി. അവളുടെ ഓരോ ചലനവും വീക്ഷിച്ചു നിന്ന അനുറാണിയും അവൾക്ക് പിന്നാലെ ചെന്നു. അങ്കിളെ, അവളെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അനുവിനെ തിരികെ വിളിച്ചോ, അല്ലെങ്കിൽ അവളിപ്പോൾ ചെന്ന് ആ തെണ്ടിച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സ് മാറ്റും. അതിനുവേണ്ടി അനു അവളുടെ പിന്നാലെ പോകുന്നത്. അനു പോകുന്നത് നോക്കി നിന്ന് ആ പ്രവീണ പറഞ്ഞു. അത് ഇനി നടക്കില്ല മോളെ. നിന്റെ അമ്മ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അവൾക്ക് തോന്നിയിടത്ത് ജോലിക്ക് പോകാനാണെങ്കിൽ തിരികെ ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന്. അവൾക്ക് അവളുടെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുമോ? വിജയനെ വല്ലപ്പോഴും വന്ന് കാണാൻ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് അവൾ ഞങ്ങൾക്കൊപ്പം വരാൻ തയ്യാറായത്. അത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നത് അവൾക്കാ. അതുകൊണ്ട് അനു ചെന്ന് ഇനി എന്ത് പറഞ്ഞാലും അവൾ മനസ്സ് മാറ്റാൻ പോകുന്നില്ല. മോഹനൻ തമ്പിക്ക് അക്കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. എന്തായാലും മല്ലികാന്റിക്ക് അടിച്ചിരിക്കുന്നത് ലോട്ടറിയാണെന്ന് പറയണം. ചുളുവിനല്ലേ ഒരു ജോലിക്കാരിയെ കിട്ടിയിരിക്കുന്നത്, അതും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരിനം. ഓ, എന്ത് ജോലിക്കാരും മോളെ? അവിടെ എനിക്ക് ഒരാൾക്ക് ചെയ്യാനുള്ള ജോലി പോലുമില്ല വീട്ടിൽ. പിന്നെ ഇവളെ കൊണ്ടുപോകുന്നത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവിടെ ഒരു കൂട്ടാവുമല്ലോ എന്നോർത്താ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വിളിക്കുന്നത് അവിടെ ഇരുന്ന് കാര്യം പറയാൻ. ഇവളാവുമ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോളുമല്ലോ. സമയാസമയത്ത് കോരിയിട്ട് തിന്നുക എന്നല്ലാതെ വേറൊരു ജോലിയും അവിടെ ഇവൾക്ക് ചെയ്യേണ്ടി വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൾക്കാ ലോട്ടറി അടിച്ചിരിക്കുന്നത് അല്ലേ മോനേട്ടാ? മല്ലിക തൊട്ടടുത്തിരുന്ന ഭർത്താവിനെ നോക്കി. അവൾക്ക് നിങ്ങൾ ശമ്പളം എന്തെങ്കിലും കൊടുക്കണ്ടേ മല്ലികാന്റി? പ്രവീണ ചോദിച്ചു. ശമ്പളമോ? എന്തിന്? അതിനവളെ ഞങ്ങൾ ജോലി എടുപ്പിക്കാൻ കൊണ്ടുപോകുന്നതല്ലോ. അമ്മയ്ക്കൊപ്പം അമ്മയുടെ അടുത്തിരിക്കുക, അല്ലാതെ ഒരു പാത്രം പോലും കഴുകി വെക്കേണ്ടി വരില്ല അവൾക്കവിടെ. അതുമല്ല, ഞങ്ങൾ പറയുന്നതൊന്നും അവൾ അനുസരിക്കാനും നിൽക്കണ്ട. അമ്മ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാൽ മതി അവൾ. അതിനാണോ അവൾക്ക് ശമ്പളം? ശരിക്കും പറഞ്ഞാൽ കാശ് അവൾ ഞങ്ങൾക്ക് ഇങ്ങോട്ടാ തരേണ്ടത്. പിന്നെ അവൾ അവിടെ നിന്നും എന്തെങ്കിലും പോകുവാണെങ്കിൽ അന്ന് അവൾക്ക് എന്തെങ്കിലും ഉള്ളതുപോലെ ഞങ്ങൾ കൊടുക്കാൻ നോക്കും അല്ലേ മോനേട്ടാ? മല്ലിക പറഞ്ഞു നിർത്തി. നവമയ്ക്ക് പിന്നാലെ കയറി ചെന്ന് അനുറാണി മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ച് ഓടാമ്പലിട്ടു. വേറെ വിട്ടിത്തം കാണിക്കല്ലേ ചേച്ചി, അതവിടെ വയ്ക്ക്. നവമി എടുത്ത ബാഗ് ബലമായി അനു പിടിച്ചു വാങ്ങി തറയിലേക്ക് വെച്ചു. മല്ലികാന്റിയെ കുറിച്ചൊക്കെ എന്തറിഞ്ഞിട്ടാ ചേച്ചി അവർക്കൊപ്പം ചാടി പുറപ്പെടാൻ ഒരുങ്ങുന്നത്? ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന സ്ത്രീയാവാം. ഇതൊന്നുമല്ല ആന്റിയുടെ യഥാർത്ഥ മുഖം. അതൊക്കെ ഞാൻ എന്തിനാ മോളെ നോക്കുന്നത്? ഞാൻ ആ വീട്ടിലേക്ക് പോകാതിരുന്നാൽ ചിലപ്പോൾ ഇനി ഈ ജന്മത്ത് നമ്മൾക്കാർക്കും തമ്മിൽ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല മോളെ. ഇത് വല്ലപ്പോഴുമെങ്കിലും ഇവിടെ വന്ന് നിന്നെയും അച്ഛനെയും അമ്മയമ്മയൊക്കെ കാണാൻ നമ്മുടെ അമ്മ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതല്ലേ വലിയ കാര്യം. ചേച്ചി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ? എനിക്ക് അങ്ങോട്ട് വന്ന് ചേച്ചിയെ കാണാമല്ലോ. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ അങ്ങോട്ടേക്ക്. നിനക്ക് വരാൻ പറ്റിയേക്കും മോളെ. പക്ഷെ നമ്മുടെ അച്ഛൻ എന്നെ കാണണമെന്ന് തോന്നിയാ എന്ത് ചെയ്യും? അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി സമയം ഇരിക്കണമെന്ന് അച്ഛന് തോന്നിയാൽ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ മോളെ? അല്ലെങ്കിലും ഞാൻ ഈ തിരഞ്ഞെടുക്കുന്ന വഴി തന്നെയാണ് ശരിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. എവിടെയെങ്കിലും എനിക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ ഞങ്ങളെ ഒന്നും വിട്ടുപോകാൻ പാടില്ല മോളെ. വിഡ്ഢിത്തമാണ് ചേച്ചി ഇത്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ചേച്ചി എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ മോളെ. ഞാൻ പോയെന്ന് കരുതി എന്തിനും ഏതിനും പ്രവീണയോട് തല്ലുപിടിക്കാനൊന്നും നിന്നേക്കരുത്. നന്നായി പഠിക്കണേ മോളെ. എനിക്ക് നിന്നോട് അത്രേ പറയാനുള്ളൂ. എന്നോടൊന്നും പറയണ്ട, എനിക്ക് സങ്കടം വരുന്നു. ദൈവമേ, എന്റെ അച്ഛനില്ലാതെ പോയല്ലോ ഇപ്പോ. അനുറാണി വിതുമ്പി പൊടിഞ്ഞുകൊണ്ട് മുഖം പൊത്തി.
എന്താ അനു ഇത്? നീ എന്നെ കരയിപ്പിക്കല്ലേ മോളെ. നവമിയുടെ ഒച്ചയിടറി. അടുത്ത നിമിഷം അനുറാണി അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ നവമിയുടെ ഇരു കവളിലും ഓരോ ഉമ്മ നൽകി. എന്റെ ചേച്ചിയല്ലേ, എനിക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ ചേച്ചി. ആത്മസംഘർഷങ്ങളാൽ അനുറാണിയുടെ ശരീരം മുലയുന്നുണ്ടായിരുന്നു. താൻ കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ നവമി ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. അല്പസമയം കൊണ്ട് അനുറാണിയുടെ സങ്കടം അടങ്ങിയെന്ന് തോന്നിയപ്പോൾ നവമി അവളെ തന്റെ തോളിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് അവളുടെ മുഖം തന്റെ തോളിൽ കിടന്ന ഷാൾ കൊണ്ട് തുടച്ചു കൊടുത്തു. ഞാൻ വിളിക്കാം മോളെ, നീ കരയുന്നത് കണ്ടിട്ട് എനിക്ക് പോകാൻ വയ്യ മോളെ. വന്ന സന്തോഷത്തോടെ ചേച്ചിയെ യാത്രയാക്കൂ, വാ. നവമി അവളുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയെങ്കിലും അവൾ പിന്നോട്ട് മാറി. ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ട ചേച്ചി പോകുന്നത്, പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. അവൾ അമ്മയോട് പിണങ്ങിയ കുഞ്ഞിനെ പോലെ പിന്നോട്ട് നടന്നു മാറി. അവളുടെ മാനസികാവസ്ഥ നവമിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. നവമി ചെന്ന് തന്റെ ബാഗ് എടുത്ത ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അനുറാണി ഇരു കൈത്തണ്ട കൊണ്ടും കണ്ണുകൾ തുടയ്ക്കുകയാണ്. നവമി നടന്നകന്നു പോകുന്ന കാലച്ച അനുറാണി കേട്ടു. അല്പസമയത്തിനകം പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് അനുറാണി ജനലിനരികിൽ വന്ന് താഴേക്ക് നോക്കി. കാറിനുള്ളിലിരുന്ന് നവമി താൻ നിൽക്കുന്ന ഇടത്തേക്ക് നോക്കുന്ന കാഴ്ച അവൾക്ക് കാണാമായിരുന്നു. കാർ ഓടി തുടങ്ങവേ സൈഡിലെ ഗ്ലാസുകൾ ഉയർന്നു വന്ന് ആ കാഴ്ചയും മറഞ്ഞുപോയി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ രസമുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.